മന്ത്രി, കാലം ഇത്രയായിട്ടും ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിന് ഒരു മാറ്റവുമില്ല. പക്ഷേ ഈ മിഠായി തെരുവും മാനാഞ്ചിറ മൈതാനവും ആകെ വൃത്തികേടായി കിടക്കുന്നു. മാറിയിട്ട് വയ്യ. ഇതൊന്നും നേരെയാക്കാൻ ആരുമില്ലേ? ഈ നാറ്റൊന്നുമില്ലാതെ പിന്നെ എന്ത് കോഴിക്കോട്? പണ്ട് കോഴിക്കോട്ടെ സ്റ്റാർ പപ്പേട്ടനായിരുന്നു. മൂപ്പരില്ലാത്തോണ്ട് നമ്മളിങ്ങനെ പിടിച്ചിരിക്കുന്നത് മറ്റു പലരും പറയുന്നു. പക്ഷെ ഞമ്മക്കറിയാം നമ്മളെ ഗ്ലാമർ കൊണ്ടാ നമ്മൾ പിടിച്ചിരിക്കുന്നത്. എന്ത് നിങ്ങൾക്ക് അതിലൊരു സംശയം ഉണ്ടാ? ഉണ്ടെങ്കിൽ പറ. എന്ത് നിങ്ങൾക്കൊന്നും പറയാല്ലേ? എടോ ഇത് മാവേലിയാ. മാവേലിയാണെങ്കിൽ തൊള്ളോർന്ന് എന്തെങ്കിലും പറഞ്ഞൂടെ? എടോ താൻ എന്തോടോ പറഞ്ഞത്? ഇത് കേരളം പണ്ട് ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാനാ. അടച്ചോനെ മാവേലിയായിരുന്ന പുലിവാലായതല്ല. നമ്മൾ ആളറിയാതെ പറഞ്ഞു പോയത് മാവേലി അല്ല. ബംഗാൾ സീസണ എന്ത് ഈ ഓണക്കാലായോന്ന് ചോദിച്ചതാ. ഇയാളിത് എന്തായി പറഞ്ഞത്? എടോ ഓണക്കാലാകാതെ മാവേലി വരുവോ? നാം നമ്മുടെ പ്രജകളുടെ കൂടെ ഓണം ആഘോഷിക്കാൻ വന്നതാ. അതേതായാലും നന്നായി. ഓണമായിട്ട് നമ്മളെ നാട്ടിൽ തന്നെ ആദ്യം വരാൻ തോന്നിയില്ലോ. അയ്യോ, ഇങ്ങോട്ടേക്കായിട്ട് വന്നതല്ല, തിരുവനന്തപുരത്തേക്കാ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. പക്ഷെ കൊണ്ടിറക്കിയത് ഇവിടെ. അപ്പങ്ങള് വന്നത് എയർ ഇന്ത്യയിലാ. അല്ലേക്കാ ഈ തിരുവനന്തപുരത്തേക്ക് പോകാൻ എളുപ്പവഴി വല്ലതുകൊണ്ട്? അല്ല, പച്ച ആളെല്ലാം വന്ന് പെട്ടേക്കണ്. നമ്മള് ശരിയാക്കിയരാ. കാലിഫോർണിയക്ക് ചരക്കൊണ്ടുകൊണ്ട് ഒരുണ്ട്. അത് നമ്മൾ വേണമെങ്കിൽ തിരുവനന്തപുരം കടപ്പുറം വഴി ഒന്ന് തിരിച്ചുവിടാം. പിന്നെ കുറച്ചു ദൂരം ഒന്ന് നീന്തേണ്ടി വരും. അയ്യോ, എനിക്ക് നീന്താൻ അറിയില്ല. എന്നാ വെള്ളം കുടിച്ചാവാ. അല്ല മാവേലി, നിങ്ങൾ നമ്മൾ പറയണേക്ക്. പിന്നെ അവിടെ ചെല്ലുമ്പോ ആരെങ്കിലും ചോദിച്ചാ നിങ്ങൾ പറയണോ അല്ല. അതെങ്ങനെ നിങ്ങൾക്കറിയാം? ഈ നാടോടിക്കാറ്റ് ഞങ്ങൾ കുറെ പ്രാവശ്യം കണ്ടതാ. ഏതായാലും മാവേലി വഴി വന്നത് നന്നായി. ഞങ്ങൾ കോഴിക്കോട്ടർക്ക് ആഘോഷം എന്ന് പറഞ്ഞ ആരാ? അതിപ്പോ ഓണായാലും ക്രിസ്മസ് ആയാലും റംസാൻ ആയാലും ഞങ്ങൾ അടിച്ചു പൊളിക്കും. ഈ ഓണത്തിന് നമ്മൾ തകർപ്പും പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് നമ്മളെ ഭാഗവതര വീട്ടില്. എന്തായാലും നിങ്ങളെ നമ്മൾ അവിടെ കൊണ്ടുവിടാം.